നമസ്കാരം. വിഷരഹിതമായ ഭക്ഷ്യോൽപ്പന്നങ്ങൾ എന്ന സന്ദേശവുമായി കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ നടക്കുന്ന ഹരിതാമൃതം ക്യാമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നിരവധി ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവുമാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ ഇവിടെ എത്തിയപ്പോഴാണ് വലിയൊരു ആൾക്കൂട്ടം കണ്ടത്. തങ്കച്ചൻ വൈദ്യൻ എന്ന കാസർഗോഡ് മാലോം സ്വദേശിയായ തങ്കച്ചൻ വൈദ്യൻ്റെ അരികിൽ എത്തിയിരിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ എത്തിയിരിക്കുന്നത്. അവർ വിവിധ ചികിത്സകൾക്കായി എത്തിയിട്ടുള്ള ആളുകളാണ്. പലരും അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ അദ്ദേഹത്തിൻ്റെ അരികിലെത്തിയാൽ സാന്ത്വനപ്പെടും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഇപ്പോൾ ഹരിതാമൃതത്തിൻ്റെ ചെയർമാനായ താങ്കളുടെ പേര്? ശ്രീനിവാസൻ. അദ്ദേഹത്തിനൊപ്പമാണ് ഞാനുള്ളത്. ഈ ഹരിതാമൃതം എന്ന പരിപാടി എത്ര വർഷമായി ഇവിടെ നടത്തുന്നു? എന്താണ് നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ? ഇത് 2010 മുതൽ ആരംഭിച്ചതാണ്. ഈ ട്രസ്റ്റ് ആരംഭിക്കുന്നത് നമ്മുടെ മഹാത്മാ ദേശസേവ എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ ഹരിതാമൃതം നടക്കുന്നത്. ഇത് ആരംഭിക്കുന്നത് ക്യാൻസർ ചികിത്സക്കുള്ള ബദൽ ചികിത്സയെക്കുറിച്ചുള്ള ചർച്ചയിലാണ് ഈ ട്രസ്റ്റ് ആരംഭിക്കുന്നത്. നമ്മുടെ നാട്ടിൽ വളരെ ചുരുങ്ങിയ പൈസക്ക് വിൽക്കാവുന്ന ഇറക്കുമതി മരുന്നുകൾ അത് RCCയിലെയും അതുപോലെ മറ്റ് ക്യാൻസർ ചികിത്സാ സെൻ്ററിലെയും ഡോക്ടർമാർ വൻതോതിൽ കമ്മീഷൻ വാങ്ങിച്ച് അതിൻ്റെ ഒരു കേസ് തന്നെ ഇപ്പോഴും ഹൈക്കോടതിയിലുണ്ട്. നമ്മുടെ സിനിമാ ഗാനഗന്ധർവൻ ഈ യേശുദാസ് നേതൃത്വം നൽകുന്ന ജനപക്ഷം എന്ന് പറയുന്ന സംഘടനയുടെ കേസ് ഇപ്പോഴും നിലവിലുണ്ട്. ആ ഒരവസ്ഥയിലാണ് ക്യാൻസർ ചികിത്സക്ക് ബദൽ മാർഗങ്ങൾ ഉണ്ടോ എന്ന ചിന്തയിലാണ് മഹാത്മാ ദേശസേവ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിക്കുന്നത്. അതിൻ്റെ കീഴിലാണ് സമുദ്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം, ജൈവ കലവറ, ഹരിതാമൃതം തുടങ്ങിയ പരിപാടികൾക്ക് വന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ശ്രീ തങ്കച്ചൻ വൈദ്യർ ഇവിടെ ഏതാണ്ട് 14 വർഷമായി വന്നിട്ട്. അപ്പോൾ തങ്കച്ചൻ വൈദ്യരുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാൻസർ ചികിത്സക്ക് മരുന്ന് നൽകുന്നു അല്ല. നമ്മുടെ വർത്തമാനകാലത്തുള്ള വലിയ ചികിത്സാ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ക്യാൻസറിന് ചികിത്സ നടത്തി, കീമോ ചെയ്തു, റേഡിയേഷൻ ചെയ്തു, സർജറി ചെയ്തു. ഇനി ചികിത്സയില്ല, നിങ്ങളുടെ നാട്ടിലുള്ള പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെൻ്ററുകളിൽ പോയി അങ്ങ് മരിച്ചു പോകും എന്ന് പറഞ്ഞു വിടുന്ന രോഗികൾ പോലും തങ്കച്ചൻ വൈദ്യർക്ക് എത്തിയിട്ട് ഇപ്പോഴും 10-20 കൊല്ലമായി ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ സമുദ്രയെ സംബന്ധിച്ചിടത്തോളം 14 കൊല്ലമായി നമ്മൾ അവിടെ ഇരുന്നു. അവിടെയുള്ള നിരവധി രോഗികൾ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ചികിത്സയിൽ സുഖപ്പെട്ട് ഒന്നുമില്ലെങ്കിലും ഒരു നല്ലൊരു ചികിത്സ കൊടുക്കാൻ കുടുംബങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. സ്നേഹത്തോടു കൂടി അവരെ തൊട്ട് പരിചരിച്ച് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊടുത്ത് മരുന്നുകളൊക്കെ തന്നെ രാവിലെ മുതൽ വൈകുന്നേരം കൊടുത്ത് രോഗിയോട് സ്നേഹിച്ച് പരിചരിച്ച് അവർക്ക് ആശ്വാസം നൽകുവാൻ തങ്കച്ചൻ വൈദ്യരുടെ ചികിത്സയിൽ സാധ്യമാകുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടുന്നൊരു കാര്യമാണ്. നമ്മൾ ഈ പരമ്പരാഗത ചികിത്സയെ നെഞ്ചേറ്റുവാൻ അപ്പോൾ ഇതിന് എല്ലാ ആളുകളെയും പിന്തുണയുണ്ട്. നമ്മളെ ബഹുമാനപ്പെട്ട സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒക്കെ തന്നെ ഇതിനനുകൂലമായിട്ടുള്ള പ്രതികരണങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹം പലപ്പോഴും പല ഘട്ടങ്ങളിലും സ്വാമി നിർമ്മലാനന്ദഗിരിയെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്തൊക്കെ തന്നെ അദ്ദേഹം പറയാറുണ്ട്, പാരമ്പര്യ വൈദ്യം വളരെ ശ്രേഷ്ഠമായ കാര്യമാണ്, അതിൽ ധാരാളം ആളുകൾക്ക് നല്ല അറിവുകളുണ്ട്. നമ്മുടെ നിലവിലുള്ള ബിരുദധാരികളായ വിദ്യാർത്ഥികൾ പാരമ്പര്യ വൈദ്യന്മാരിൽ നിന്ന് അറിവുകൾ ശേഖരിക്കണമെന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞത് എത്രയോ വീഡിയോകൾ നമ്മൾ കേട്ടതാണ്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കൊപ്പം ഇപ്പോൾ ജോസഫ് സെബാസ്റ്റ്യൻ എന്ന തങ്കച്ചൻ വൈദ്യനുണ്ട്. ഇവിടെ എന്തൊക്കെ രോഗങ്ങൾക്കും ചികിത്സയുണ്ട് അങ്ങയുടെ കയ്യിലല്ലേ? എൻ്റെ കയ്യിലിപ്പം ഞാൻ കൊടുക്കുന്നത് ക്യാൻസറിനാണല്ലോ മെയിനായിട്ട് അങ്ങനെ കൊടുക്കുന്നു. പിന്നെ നട്ടെല്ല് പോയവരോ അങ്ങനെ അപകടം പറ്റിയവരോ അവരൊക്കെ നമ്മൾ ഒരു പരിധിവരെ രക്ഷപ്പെടുത്തി സാധാരണ നിലയിലേക്ക് വന്ന 10-15 വർഷമായവരുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ നട്ടലിന് ക്യാൻസറാണെന്ന് പറഞ്ഞാൽ അത് 3-4 മാസം കൊണ്ട് തന്നെ ആൾ ജോലിയിലേക്ക് പ്രവേശിപ്പിച്ച് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ലൈവായിട്ട് തന്നെ ഉണ്ടാവും. അങ്ങനെ ഏത് രോഗത്തിന്, അതായത് ഞാൻ ആദ്യമായി ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്ന പാമ്പ് വിഷചികിത്സയാണ്. ആ വിഷചികിത്സയിൽ ഏത് പാമ്പ് കടിച്ചാലും നമ്മുടെ വീട്ടിലേക്കാണ് അവർ വരുന്നത്. അപ്പോൾ അവരെ മരുന്ന് കൊടുത്ത് അവിടെ ഇരുത്തി പിന്നെ നമ്മുടെ കുട്ടികളും ഭാര്യയൊക്കെ കൂടി അവരെ പരിചരിച്ച് അവരെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ അവർ പോകും. സാധാരണ നിലയിൽ അവർ പോകുന്നു. അപ്പോൾ വിഷചികിത്സ മുതൽ തുടങ്ങി ക്യാൻസർ വരെയുള്ള എല്ലാ ചികിത്സയ്ക്കും ആര് വന്നാലും നമ്മളവരെ പരിചരിക്കും. കാരണം ആശുപത്രിയിൽ നിന്ന് ഉപേക്ഷിച്ചതാണോ, ഏത് സ്റ്റേജാണോ, ഇതൊന്നും ഞാൻ നോക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഇടയ്ക്ക് വരുന്ന ആയിരക്കണക്കിന് ആൾക്കാരിൽ കുറേ ആളുകൾ രക്ഷപ്പെടും, കുറേ ആളുകൾ പരാജയപ്പെടും. പക്ഷേ നമ്മുടെ ചികിത്സയ്ക്കുള്ള പ്രത്യേകത കൃത്യമായ പഥ്യമാണ്, കൃത്യമായ ജീവിത രീതിയാണ്. ആ കൃത്യമായി പഥ്യമെടുക്കുന്ന ഏതൊരു വ്യക്തിയും സമാധാനം കിട്ടും. എത്ര ദിവസം ജീവിക്കുമല്ലോ, എത്ര കാലം ജീവിക്കുന്നത് അത് ഈശ്വരൻ്റെ കയ്യിലാണ്, നമ്മുടെ കയ്യിലല്ലല്ലോ. അപ്പം ആളിന് സമാധാനം കിട്ടി സന്തോഷത്തോടെ അവർ വളരെ സുഖമായിട്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടോ താങ്കളുടെ അരികിലേക്ക്? അതെ, എൻ്റെ അരികിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഇന്ന് ഞാൻ ഹരിതാമൃതമാണെന്ന് എന്നെ കാണാൻ വന്ന ഇവരൊക്കെ കണ്ടോ, ഒത്തിരി അകലകന്നൊക്കെ വന്ന ആൾക്കാരാണ്.
അപ്പോൾ അവരോടൊക്കെ ചോദിച്ചു കഴിയുമ്പം അവർ തന്നെ അവരുടെ അനുഭവങ്ങൾ പറയട്ടെ. അതുപോലെ ഏകദേശം 9 ട്യൂമർ ഉണ്ടായിരുന്ന ജോമോനാണ്. ഇതുണ്ടാവും ജോമോൻ ഇതും അവൻ്റെ മനസ്സ് തളർന്നു പോയതാണ്. ഇപ്പോൾ ജോമോൻ നല്ല ഉഷാറായി. ഉണ്ടോ ജോമോൻ സംസാരിക്കുന്നത്? ജോമോന്റെ സ്ഥലം എവിടെയാണ്? മേലൂര്. എത്ര വർഷം മുന്നെയാണ് ഇവിടെ വന്നത്? ഞാൻ ഇപ്പോൾ 6 മാസമല്ലേ ഇവിടെ വന്നിട്ട്. എന്തായിരുന്നു ബുദ്ധിമുട്ടുകളൊക്കെ? എനിക്ക് തലവേദനയായിരുന്നു സ്റ്റാർട്ടിങ്. അപ്പോൾ 3 സർജറി കഴിഞ്ഞു. ഇപ്പോൾ ഡോക്ടർ വീണ്ടും തലവേദന സ്കാൻ ചെയ്തപ്പോൾ വീണ്ടും 4 വന്നിട്ട് 4 മണി കൂടി വന്നിട്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എൻ്റെ അയൽവക്കത്തിൽ ചേച്ചിയായിട്ട് ഇങ്ങോട്ട് വന്നത് ഞാൻ. ഇപ്പം കുഴപ്പങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ ജോമോന് ഒരു കുഴപ്പമില്ല. ജോമോൻ ഉഷാറായി. ജോമോന് ഏകദേശം എത്ര 9 മഴയാണ്. ഈ തലയിൽ 9 മഴയുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഒന്നും ഇല്ലെന്ന് എനിക്ക് 5-6 മാസമായി എൻ്റെ മരുന്ന്. അപ്പോൾ മരുന്ന് കഴിച്ച ജോമോൻ്റെ 9 മഴകളും പോയിട്ടുണ്ട്. അത് ദൈവാനുഗ്രഹം. അതാ നിങ്ങൾ ജോമോൻ സംസാരിക്കേണ്ട കാര്യങ്ങൾ ജോമോനാണെല്ലാം പറഞ്ഞത്. അങ്ങനെയുള്ള ആളുകൾ, നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം. താങ്കൾ എന്താണ് ഇവിടെ അദ്ദേഹത്തിനെ കാണാൻ വന്നത്? ഞാൻ വൈദ്യരെ കാണാനല്ല, വൈദ്യരോട് അതായത് ഞങ്ങളുടെ അനുഭവം പങ്കുവയ്ക്കാൻ വേണ്ടി വന്നതാണ്. ഇന്നിവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങളുടെ അനുഭവം പങ്കുവയ്ക്കാൻ വേണ്ടി വന്നു. അതിൽ എൻ്റെ ഭാര്യയ്ക്ക് ത്രോട്ടിലായിരുന്നു, ലിംഫോമ എന്ന് പറയും. ഇറ്റ് വാസ് ഇൻ ദ 4th സ്റ്റേജ്, 4ാമത്തെ സ്റ്റേജിലായിരുന്നു. യൂട്യൂബിലൂടെ കണ്ടിട്ട് അടയാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അവിടെ ഒരു 3 കീമോ കഴിഞ്ഞ് തിരിച്ചു വന്നു. വൈദ്യരുടെ മരുന്ന് 3 മാസം കൊണ്ട് കംപ്ലീറ്റ്ലി ക്യൂറായി. 3 മാസം തുടർച്ചയായി കഴിച്ചു. അതിനുശേഷം വീണ്ടും ഞാൻ 1 മാസം കൂടെ ഞങ്ങളുടെ ഒരു ആശാഭാഷം കൊണ്ട് വാങ്ങിച്ചതാണ്. അത് കഴിഞ്ഞ് 1 മാസത്തോടു കൂടി കംപ്ലീറ്റ് മരുന്ന് നിർത്തി. മരുന്ന് നിർത്തിയിട്ട് 3 കൊല്ലമായി. എല്ലാ വർഷവും പെറ്റ് സ്കാൻ എടുക്കും. എല്ലാ 3 മാസം കൂടുമ്പോഴും ബ്ലഡ് ടെസ്റ്റ് എടുക്കും. ഇന്ന് വരെ വേറെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് ഈ തുടർച്ചയായി സ്കാൻ ചെയ്ത് നോക്കുന്നതുകൊണ്ടാണ് മനസ്സിലായത് കുറഞ്ഞു എന്ന് മനസ്സിലായി. അത് കുറഞ്ഞു എന്നുള്ളത് വൈദ്യരെ കാണിച്ചിരുന്നു. വൈദ്യർ പറഞ്ഞു ഇനി കഴിക്കേണ്ട മരുന്ന് കഴിക്കേണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല? ഒരു പ്രശ്നവുമില്ല. ഇപ്പം ഞാൻ സുഖമായി യോഗയൊക്കെ ചെയ്ത് ആരോഗ്യം വീണ്ടെടുത്തു. ഈ പഥ്യമൊക്കെ എങ്ങനെയായിരുന്നു? പഥ്യം ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. ഭക്ഷണക്രമങ്ങളും എല്ലാം അദ്ദേഹം പറഞ്ഞതുപോലെ. ആയുർവേദത്തിലുള്ള വിശ്വാസം, ദൈവത്തിൻ്റെ അനുഗ്രഹം, അതാണ് ഞങ്ങളെവിടെ എത്തിച്ചത്. ശരിക്കും ആയുർവേദത്തിലൊരു വിശ്വാസം അർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് രോഗം പൂർണ്ണമായിട്ടല്ലേ? അല്ലാതെ ചിട്ടയായിട്ട് മരുന്ന് കഴിക്കണം. നമ്മൾ ചിട്ട പാലിച്ചു കഴിഞ്ഞു വെച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് കിട്ടും. ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ വരുന്നത് കരുനാഗപ്പള്ളി താലൂക്കിൽ ഓച്ചിറ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. എനിക്കിതുപോലെ പിന്നെ ബ്രസ്റ്റിനായിരുന്നു ക്യാൻസർ. അപ്പോൾ ഒരു കീമോ ചെയ്ത്, അപ്പം കീമോ ചെയ്തതിന് ശേഷം ഡോക്ടർ പറഞ്ഞ് ഇത്രയും ഭാഗം എടുത്ത് കളയണമെന്ന്. അപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബിൽ കൂടെയാണ് തങ്കച്ചൻ ഡോക്ടറെ കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ പിന്നെ ഇവിടെ വന്ന് വൈദ്യരെ കണ്ട് മരുന്നുകളൊക്കെ തന്ന് എനിക്കിപ്പോൾ 2 മാസവും 11 ദിവസമായി. ഇപ്പോൾ എനിക്ക് നല്ല കുറവുണ്ട്. തുടർന്നും മരുന്ന് ഞാൻ ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇദ്ദേഹം എവിടെ നിന്നാണ് വരുന്നത്? പിന്നെ കരുനാഗപ്പള്ളി ഓച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വരുന്ന. എൻ്റെ തലച്ചോറിനകത്ത് 3 മുഴ ഉണ്ടായിരുന്നു. അതെല്ലാം മാറി. പിന്നെ ആയുർവേദത്തിൽ നല്ല വിശ്വാസവും ദൈവ ഇതും ഉള്ളതുകൊണ്ടും പഥ്യം തെറ്റിക്കാതെ മരുന്ന് കഴിക്കാമെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല. എൻ്റെ അസുഖം മാറി മരുന്ന് കുറവ് ചെയ്ത് കൊണ്ടിരിക്കുന്നു. എത്ര ദിവസം മരുന്ന് കഴിക്കേണ്ടി വന്നു? ഞാൻ 2021 മെയ് 1-ാം തീയതി തൊട്ട് മരുന്ന് കഴിക്കുന്നു. ഇപ്പം മരുന്ന് കുറവ് ചെയ്ത് കൊണ്ടുവരുന്നു. അസുഖം മാറി എന്ന് ഡോക്ടർ പറഞ്ഞ് നിർത്താമെന്നും പറഞ്ഞ്, എങ്കിലും കുറച്ചും കൂടെ കഴിക്കാമെന്ന് വിചാരിക്കുന്നു. പഴയ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഇല്ല? ബുദ്ധിമുട്ടുകളുമില്ല, പഴയതുപോലെ ഒരു ബുദ്ധിമുട്ടുകളുമില്ല. ശരി. ചേട്ടൻ ഇവിടെ ചികിത്സയ്ക്ക് വരുന്ന ആളല്ലേ? ഞാൻ പയ്യന്നൂരിനടുത്ത് കോട്ടക്കുന്ന്. ഒരു 15 വർഷം മുമ്പേ നട്ടലിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു. അത് ഡോക്ടറെ കാണിച്ചെടുത്ത് ഡോക്ടർ പറഞ്ഞു ഞാൻ തെങ്ങേറ്റ തൊഴിലാളിയാണ്, തെങ്ങ് കയറാൻ കയ്യില, എന്നെ നിങ്ങൾ തൊഴിൽ മതിയാക്കി പറഞ്ഞു. അങ്ങനെ ഞാൻ തങ്കച്ചൻ വൈദ്യരെ ക്ലാസ് കേൾക്കുന്നുണ്ട് റേഡിയോയിൽ. അങ്ങനെ ഫോൺ നമ്പർ എഴുതിയെടുത്തിട്ട് അങ്ങനെ വന്നിട്ട് ഇപ്പം എങ്ങനെയുണ്ട് രോഗത്തിന്? ഇപ്പം 20 ദിവസം കൊണ്ട് എന്നെ എണീച്ച് നടത്തിച്ചിന്. 20ാമത്തെ ദിവസം ഞാൻ എണീച്ച് നടക്കാൻ തുടങ്ങി. 1 മാസം മരുന്ന് കഴിച്ചുകൊണ്ട് പിള്ളേർ ഇനി തെങ്ങ് കയറിക്കോ പറഞ്ഞു. ആ കയറ്റം ഞാൻ ഇപ്പോൾ 15 കൊല്ലമായിട്ട് കയറുന്നുണ്ട്. ഒരു കംപ്ലൈൻറ്റും ഇല്ല. ശരി. ഇവിടെ ചേട്ടൻ്റെ പേരെന്താ? അബ്ദുള്ള. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ക്യാൻസർ പോയിൻ്റ് ആയിരുന്നു ആദ്യം, ചെറിയ സ്റ്റാർട്ടിങ് പോയിൻ്റ്. അങ്ങനെ വൈദ്യരെ ഞാൻ പരിചയപ്പെട്ടു. യൂട്യൂബിലും മറ്റു ഫേസ്ബുക്കിലായിട്ട് പരിചയപ്പെട്ട് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് വൈദ്യരോട് കാര്യങ്ങൾ പറഞ്ഞു. വൈദ്യർ പറഞ്ഞ് അത് മരുന്ന് കുടിച്ചാൽ മതി. ഇതായി അങ്ങനെ 6-7 മാസം മരുന്ന് കുടിച്ചു. പിന്നെ ഡോക്ടർ പറഞ്ഞ പോലെ പഥ്യം ചിറ്റായിട്ട് മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ ഒരു വിഷമമില്ല, എല്ലാം ഓക്കെയാണ്. പക്ഷേ ഡോക്ടർ പറഞ്ഞ പോലെ പഥ്യത്തിൽ നിൽക്കണം. അതാണ് അവർ പറഞ്ഞ പോലെ മരുന്ന് കുടിക്കുകയെന്ന് വെച്ചാൽ
ഓക്കെയാണ്. അതല്ല ആയുർവേദത്തിൽ വിശ്വാസം അർപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഈ ആയുർവേദത്തിൽ ഏത് മാരക രോഗങ്ങൾ ഉള്ള മരുന്നുകളും അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പാരമ്പര്യ വൈദ്യ ചികിത്സാ രംഗത്ത് ഏറെ വർഷക്കാലമായി അത് തുടർന്നു വരുന്ന ഒരു വ്യക്തി കൂടിയാണ് തങ്കച്ചൻ വൈദ്യൻ. എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ വയനാട്ടിൽ 9 മാസമായി ബ്രസ്റ്റിന് ക്യാൻസറായിട്ട് വന്നതാണ്. ഞങ്ങൾ MERലൊക്കെ പോയി അവിടെ നിന്നൊക്കെ ടെസ്റ്റ് ചെയ്ത് വന്നപ്പോൾ 9 മാസമായിട്ട് സാറ് മരുന്ന് കുടിക്കുന്നുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. മരുന്ന് ഇനിയും കുറച്ചും കൂടെ കുടിക്കണം എന്നാണ് വൈദ്യർ പറഞ്ഞത്. ഇപ്പം ആദ്യത്തെ ബുദ്ധിമുട്ടുകളൊക്കെ മാറിയിട്ടുണ്ട്? ബുദ്ധിമുട്ടുകളൊന്നുമില്ല, ഇല്ലില്ല. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. മരുന്ന് കുടിക്കുന്നുണ്ട്. മരുന്ന് ഇനിയും കുടിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം ഇത് തന്നെയാണ്. ഇത് നമുക്ക് വൈദ്യരോട് ചോദിക്കാം. വൈദ്യർ, ഇതിപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇതിനൊക്കെ ഒരുപാട് ഔഷധ സസ്യങ്ങൾ നിൽക്കുന്നു. ഇത് വൈദ്യരുടെ തന്നെയാണോ? ഇത് എൻ്റെ കൂടെയുള്ള പ്രകാശൻ എന്ന് പറഞ്ഞ ആളാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏകദേശം 2500ഓളം അപൂർവ സസ്യങ്ങൾ നമ്മൾ മാലോം എന്ന് പറഞ്ഞ കാസർഗോഡ് ജില്ലയിൽ കൃഷി ചെയ്യുന്നുണ്ട്. എൻ്റെ സ്ഥലത്ത് തന്നെയാണ് സ്വന്തം എൻ്റെയും സഹോദരങ്ങളുടെയും ബന്ധുക്കളുടെയുമായ സ്ഥലങ്ങൾ പാട്ടത്തിനെടുത്തുകൊണ്ട് ചെയ്യുകയാണ്. അവിടെ എല്ലാ എനിക്ക് തോന്നിയത് അതിനുവേണ്ടി ഒരു പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടോ? ഉണ്ട്, ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് ഇന്ത്യയിലെ തന്നെ ഔഷധ സസ്യങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഒരു തോട്ടമാണ് അങ്ങയുടെ എന്നാണ് ഇപ്പം നമ്മുടെ കാസർഗോഡ് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം പഠനത്തിനോട് എത്തിയവർ പറയുന്നുണ്ട്. രണ്ടാം നമ്മുടെ ഞാൻ അവർക്ക് നൽകിയ അർബുദനാശിനി എന്ന് പറയുന്ന ചെടിയാണ്. ആ ചെടിയുടെ പരിശോധിച്ചപ്പോൾ 40ഓളം അതിൻ്റെ ഘടകങ്ങൾ ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതാണെന്ന് പറഞ്ഞവർ വീണ്ടും ചെടി കൊണ്ടുപോയി എൻ്റെ ഇരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ പറയുന്നതും പിന്നെ ലോകോത്തര നിലവാരത്തിൽ നിന്ന്, അതായത് അമേരിക്ക, ആഫ്രിക്ക, എല്ലാ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നുണ്ടല്ലോ, ഡോക്ടേഴ്സ് ഉൾപ്പെടെ വരുന്നുണ്ട്. അവർ പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് അറിവായിട്ട് വരുന്നത്. ശാസ്ത്രജ്ഞരുൾപ്പെടെ വരുന്നുണ്ട്. അത് മെഡിക്കൽ സയൻസിൽ ഇത് കൂടുതൽ സംസാരിക്കാൻ വിഷമമില്ല കക്ഷി. അതുകൊണ്ടാകും ഇപ്പോൾ തന്നെ പുറപ്പെട്ടു. നമ്മുടെ ഇത് ഞങ്ങളുടെ സമുദ്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാന ഗുരുനാഥനാണ്. ഏറ്റവും കൂടുതൽ പ്രായം കൂടിയ വൈദ്യരാണ്. എല്ലാ ചികിത്സാ രംഗത്തെയും വളരെ പ്രമുഖമായി ആരെയും സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വൈദ്യരാണ്. പക്ഷെ ഇപ്പോൾ പ്രായത്തിനെ ഞാൻ പണക്കാൻ തോന്നുന്നു. എനിക്ക് പലതും പറയാനുണ്ട്. സംസാരിക്കാനുള്ള വിഷമം കൊണ്ട് എന്നെ കൂടുതൽ ബുദ്ധിമുട്ടിക്കരുത്. എന്തെങ്കിലും ചോദിക്കേ. ഈ തങ്കച്ചൻ വൈദ്യരുടെ സ്ഥലത്ത് വന്നപ്പോൾ ഞങ്ങളാണ് ഒരുപാട് ആളുകൾ അനുഭവസ്ഥരുണ്ട്. അപ്പം ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് അദ്ദേഹം ചികിത്സിച്ച് ഭേദമാക്കി എന്നാണ് പറയുന്നത്. അങ്ങേക്ക് പറയാനുള്ളത്? ധാരാളം രോഗികൾ പാരമ്പര്യ വൈദ്യത്തിൻ്റെ ചികിത്സ കൊണ്ട് ഞാൻ സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം ഇതിൻ്റെ ഒരു ബ്രാഞ്ചായ ജൈവ കലവറ എന്ന് പറഞ്ഞ വടകരയുള്ള സ്ഥാപനത്തിൽ 10 മണി മുതൽ 2 മണി വരെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കൂടുതൽ സംസാരിക്കാൻ വിഷമമുണ്ട്. അതുപോലെ പാരമ്പര്യ വൈദ്യം കെ ഗോപാലൻ വൈദ്യർ എഴുതിയ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യ വൈദ്യം എന്നൊരു പുസ്തകം പ്രകാശനം കഴിഞ്ഞതാണ് പുസ്തകമാണ്. അതും കൂടി ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഏതായാലും ഈ പാരമ്പര്യ വൈദ്യത്തിന്, അതുപോലെ തന്നെ ആയുർവേദ രംഗത്ത് ജൈവ അതായത് വിഷരഹിതമായ ജൈവ ഉൽപ്പന്നങ്ങൾക്കൊക്കെ പ്രാമുഖ്യം നൽകിക്കൊണ്ടാണ് ഹരിതാമൃതം ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്. അതിൽ വളരെ ശ്രദ്ധേയരായി മാറിയിരിക്കുകയാണ് ഈ തങ്കച്ചൻ വൈദ്യർ. അദ്ദേഹം നിരവധി ആളുകൾക്കാണ് സ്വാന്തനമേകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് ഇവിടെ എത്തുമ്പോൾ അവർക്ക് സ്വാന്തനമാകുമെന്നാണ്, അവർക്ക് ഒരുപാട് പേർക്ക് അത് അനുഭവം ഉണ്ടായി എന്നാണ് ഈ തങ്കച്ചൻ വൈദ്യർ അവകാശപ്പെടുന്നത്. ഒരുപക്ഷെ ശാസ്ത്ര ലോകത്തെ പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് അല്ലെങ്കിൽ ചികിത്സാ രീതികളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഇവിടെ എത്ര ദിവസം ഉണ്ടാവും ഈ ഇത്? ഇവിടെ എത്ര ദിവസം ഉണ്ടാവും? ചൊവ്വാഴ്ച വരെ 5 ദിവസമുണ്ട്. ഇത് 14 വർഷമായില്ല നമ്മളല്ലേ? 14 വർഷമല്ല വൈദ്യര്. 13ാമത്തെ വർഷമാണ്. എല്ലാ വർഷവും ഇവിടെ ഞാൻ വരികയും സാധാരണ രോഗികളുമായിട്ട് സംസാരിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന 14ാമത്തെ വർഷമാണിത്. താങ്കളെ നേരിട്ട് കാണുക, ഫോണിൽ കൂടി വിളിച്ചിട്ട് വരണം. അങ്ങനെ എവിടെയൊക്കെ ഉണ്ട്? ഫോണിൽ കൂടി വിളിക്കും. അപ്പോൾ അതിൻ്റെ വിവരങ്ങളൊക്കെ അവർ നേരിട്ട് വന്ന് മരുന്നുകൾ വാങ്ങിപ്പോവും. ഫോണിൽ കൂടി നമ്മൾ മരുന്ന് DTDC മുഖേന അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ മറ്റേ കൊറിയർ മുഖേന മരുന്ന് അയച്ചു കൊടുക്കും വിവരങ്ങൾ പറയുമ്പോൾ. അപ്പോൾ ആ അയച്ചു കൊടുക്കുന്ന ആളുകളൊക്കെ നമ്മൾ എല്ലാവരും കാണാറില്ല. കാരണം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഈ അസുഖമുള്ളവർ വരുന്നു. അപ്പം നമ്മൾ അവരെ അവർ ചിലപ്പം വീഡിയോ കോൾ ചെയ്യും, അതല്ലെങ്കിൽ അവർ വിളിച്ചു പറയും. അപ്പം നമ്മളത് അനുസരിച്ച് മരുന്നവർക്ക് അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകും.
എല്ലാവർക്കും മറ്റൊരു സംശയം, ഈ ഹോസ്പിറ്റലുകളൊക്കെ ശസ്ത്രക്രിയ ലക്ഷങ്ങൾ മുടക്കിയ ശസ്ത്രക്രിയ നടത്തിയവർ അല്ലെങ്കിൽ നടത്താൻ നിർദ്ദേശിക്കപ്പെട്ടവരൊക്കെ താങ്കളുടെ അടുത്ത് വന്ന് സാന്ത്വനമായി പോയെന്ന് പറയുന്നത് പലർക്കും സംശയമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താങ്കൾ ഞാൻ പറയുന്നത് ഓപ്പറേഷൻ വേണ്ട ഏത് കാര്യത്തിനും ഓപ്പറേഷൻ വേണം, പിന്നെ അതിന് യാതൊരു മാറ്റവും ഇല്ല. നമുക്ക് എല്ലാ ചികിത്സകളും വേണം. ഇത് മറ്റൊരു ചികിത്സാശാസ്ത്രമാണ്, ഇതൊരു ശാഖയാണ്. ഇത് ലോകാരംഭം മുതലുള്ള ഒരു വൈദ്യശാസ്ത്രമാണ് ഈ പാരമ്പര്യ വൈദ്യം. ഈശ്വരൻ സൃഷ്ടിച്ച മുഴുവൻ ചെടികൾക്കും അതിൻ്റെ അമൂല്യമായ നിധി അതിലുണ്ട്. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഈ എല്ലാവരും പറയുന്നൊരു കേസാണ് പൊട്ടാസ്യം കൂടി എന്ന്. അതായത് പഴങ്ങൾ കഴിച്ചാൽ പൊട്ടാസ്യം കൂടും. അതേ പഴം കായ പച്ച, ആ പച്ച നമ്മൾ മുറിച്ചിട്ട് വറവല കറിയാക്കി കഴിച്ചാൽ പൊട്ടാസ്യം നോർമലാവും. അതിന് ഏറ്റവും നല്ല മൈസൂർ വാഴയാണ്. ആ മൈസൂർ വാഴയുടെ കാമ്പ് നമ്മൾ കഴിച്ചാൽ ഡയാലിസിസ് വേണമെന്ന് പറയുന്നതും 18 മേലെ ക്രിയാറ്റിനുള്ള ആളിനെ വരെ ഞാൻ രക്ഷപ്പെടുത്തി. ആളിവിടെ വരും, തൃശ്ശൂരുകാരനാണ്, ഇപ്പോൾ ഉടനെ എത്താൻ സാധ്യത. 18 മേൽ ക്രിയാറ്റിന ഇനി മരിച്ചു പോകുള്ളൂ, ഡയാലിസിസ് പോലും ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ ആളിനോട് എന്നെ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പാളയംതോടം വാഴയുടെ കാമ്പിൻ്റെ നീരെടുത്ത് കുടിക്കുക, ഓരോ ഗ്ലാസ് കുടിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ കഴിച്ചു. 20ാമത്തെ ദിവസം എൻ്റെ അരികിൽ കണ്ട് വണ്ടി കയറി മാലോം എന്ന് പറഞ്ഞ സ്ഥലത്ത് സുനിൽ എന്ന് പറയുന്ന അദ്ദേഹം എത്തി. അദ്ദേഹം സൗഖ്യമായി. അപ്പം നോക്കിയേ, ഒരു വാഴയിൽ നിന്ന് ഇപ്പം ഞാനെന്താ പറഞ്ഞു, ഒന്ന് ക്രിയാറ്റിൻ കൂടി ഡയാലിസിസ് ചെയ്യേണ്ട അദ്ദേഹത്തിന് ക്രിയാറ്റിൻ ഒഴിവായി അതിൻ്റെ കാമ്പ് കൊണ്ടിൻ്റെ നീര് കൊണ്ട് മൈസൂർ വാഴയുടെ. അതിൻ്റെ പഴം കഴിക്കുമ്പോൾ പൊട്ടാസ്യം കുറവൊക്കെ പൊട്ടാസ്യം ആവശ്യത്തിന് കിട്ടും. മലബന്ധം അത് പോകും. അതുപോലെ തന്നെ അതിൻ്റെ പച്ചക്കായ് കറി വെച്ച് കഴിഞ്ഞാൽ പൊട്ടാസ്യം കൂടുതലുണ്ടെങ്കിൽ അതിന്ന് മാറും. ഇനി ഇതിൻ്റെ കൂമ്പ് കറി വെക്കുകയും ഈ കാമ്പിൻ്റെ നീര് കഴിക്കുകയും ചെയ്താൽ എത്ര കൂടിയ ഷുഗർ നോർമലാവും. ഈശ്വരൻ മണ്ടനായോണ്ടാണ് ഇങ്ങനെ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്. ഒരു പാളയംതോടം വാഴയുടെ കാര്യം ഞാൻ പറഞ്ഞു. രണ്ടാമത് വഴിയരിയിൽ കിടക്കുന്ന പുല്ല്, നമ്മൾ പറയുന്നില്ലേ ഇത് വെറും പുല്ലാണ്. ആ പുല്ല് വൈകുന്നേരം അല്ല ഇന്നത്തെ ദിവസം നമ്മൾ ഒരു പശുവിന് കൊടുത്താൽ 12 മണിക്കൂർ കഴിയുമ്പോൾ രാവിലെ പോയി കറക്കുന്നെടുക്കുന്ന പാലിലെ ഗുണങ്ങൾ എത്രയാണ്. ആ പാലിനകത്ത് പിന്നെ വിഷമയമായ ആഹാരങ്ങൾ ചേർത്ത് പശുവിന് കൊടുക്കാതെ അത് ഉപയോഗിച്ചാൽ മനുഷ്യന് നല്ല ഗുണം കിട്ടുമല്ലോ. അപ്പോൾ ആ പാല് ഉണ്ടാകുന്ന ആ ശാസ്ത്രം എന്ത് ശാസ്ത്രമാണ്? അതാണ് ദൈവശാസ്ത്രം അല്ലേ? അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, എല്ലാ ആധുനിക ശാസ്ത്രങ്ങളെല്ലാം വളരെ പ്രകടമാണ്. ഈശ്വരൻ സൃഷ്ടിച്ച ഈ ഭൂഗോളത്തിൻ്റെ നടുവിൽ നമുക്ക് എന്തും എടുത്ത് പരിശോധിക്കാനും പഠിക്കാനും സൗകര്യമുണ്ട്. പക്ഷേ പിന്നെ അതിലുള്ള ഓരോന്നിലും അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെടുത്താൽ ഈ ആർക്കും രക്ഷപ്പെടാൻ, വേദനയ്ക്കൊരുത്തിന് ആശ്വാസം നൽകാൻ കഴിയുമെന്ന് എൻ്റെ ജീവിതം കൊണ്ടും ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും അത് സംസാരിക്കും. അവരുടെ ജീവിതാനുഭവമല്ലേ, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യന് ദൈവം എല്ലാം കൊടുത്തിട്ടുണ്ട്, തിരിച്ചറിഞ്ഞെടുത്താൽ മതി. ഇത് പരസ്യമൊന്നും അല്ല, ആരെയും ഉപദ്രവിക്കാനല്ല. ഒരു ചികിത്സയ്ക്കും ഞാൻ എതിരല്ല. എല്ലാ ചികിത്സയ്ക്കും അനുകൂലമായി എല്ലാ ചികിത്സയും ഹൃദയത്തോട് ചേർക്കുന്നതാണ്. പക്ഷേ അത് നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ചിന്ത ഉണ്ടാവണം, അന്ന് മാത്രമേ ഞാൻ പറയുന്നു. ശരി, അദ്ദേഹം പറഞ്ഞതുപോലെ നമുക്ക് ഏത് അസുഖം കൊണ്ടെങ്കിലും മനുഷ്യനാണ്, ഈ ഭൂമിയിൽ തന്നെ അതിന് പോംവഴികളുണ്ട്, പരിഹാര മാർഗ്ഗങ്ങളുണ്ട്. അത് കണ്ടെത്തി ചികിത്സിക്കുക മാത്രമാണ് പാരമ്പര്യ ചികിത്സയിലൂടെ ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ആളുകളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങളെ, ജൈവ ഭക്ഷ്യോൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഹരിതാമൃതം പോലെയുള്ള പരിപാടികളും ഈ 14 വർഷമായി ചെയ്യുന്നത്.